നമ്മുടെ ക്രിസ്മസ് ആയിട്ടുള്ള ഗിഫ്റ്റോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് നമ്മുടെ SD-യുടെ എയർ ഫിൽറ്റർ ആണ്. നമ്മുടെ 3ാമത്തെ ബാച്ചിലേക്ക് ഉണ്ടാക്കിയ എയർ ഫിൽറ്റർ ആണ്. അതേപോലെ ഒരു സന്തോഷ വാർത്തയുണ്ട്. എല്ലാവരും ചോദിച്ച് ജാവയുടെ എയർ ഫിൽറ്റർ കിട്ടുമോ, ജാവയുടെ എയർ ഫിൽറ്റർ കിട്ടുമെന്ന്. നമ്മുടെ ജാവയുടെ എയർ ഫിൽറ്റർ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫിൽറ്റർ മാത്രമായിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാത്രമായിട്ട് വേണമെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കാൻ കുഴപ്പം. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ സാധനം വാങ്ങിക്കുമ്പോഴത്തേക്ക് ഇതിന്റെ ഹോള് കൂടുതലാണ്, അപ്പോൾ ഓവറായിട്ട് എയർ ചെല്ലും. ഇത് പഴയതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കമ്പനി വന്നതാണ്. ഇതിനകത്ത് കംപ്ലീറ്റ് പൊടിയും അഴുക്കും കയറി അടഞ്ഞിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ കുഴപ്പം. നമ്മളിത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫുൾ സെറ്റ് സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നത്. കാരണം ഇത് വാങ്ങിച്ച് എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. കൊള്ളത്തില്ലെങ്കിലും കൊള്ളാമെങ്കിലും നിങ്ങൾ അഭിപ്രായം പറയണം. കാരണം എന്തെങ്കിലും കാര്യങ്ങളുണ്ട് നമുക്ക് അതിൽ മാറ്റം വരുത്താമല്ലോ. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അഭിപ്രായം പറഞ്ഞു, അതുകൂട്ട് ഇട്ട് ഓക്കെ ആണെന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം നമുക്ക്. കാരണം നമ്മളൊരു സാധനം മേക്ക് ചെയ്തിട്ട് അതിന് ഇത്രയും നല്ല റിസൾട്ട് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് സന്തോഷം. ഇത് നമ്മൾ ഈ മേക്ക് ചെയ്തതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബാക്കിലത്തെ ക്യാപ്പ് മാറേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഫിൽറ്റർ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. ഇവിടെ കെട്ടുക്ലാമ്പ് ഉണ്ട്. ഈ കെട്ടുക്ലാമ്പ് അഴിച്ചിട്ട് നിങ്ങൾക്ക് ഈ സാധനം റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളുടെ കിലോമീറ്റർ കണക്കാക്കി ഒരു എയർ ഫിൽറ്റർ സാധാ വണ്ടിയുടെ ചേഞ്ച് ചെയ്യുന്ന മാതിരി നിങ്ങൾക്ക് ഈ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. ഈ ഫിൽറ്റർ ആണ്. നിങ്ങൾക്ക് ഈ ഒരു ഫിൽറ്റർ ഇതേപോലത്തെ ഫിൽറ്റർ മാത്രം നിങ്ങൾക്ക് മാറിയാൽ മതി. ഇതേ കാര്യമില്ല. ഈ കേസ് എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതേപോലെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ഈ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എയർ ഫിൽറ്റർ ഒന്നിൽ ഇത് അടവായിരിക്കും, അല്ലെങ്കിൽ ഇത് തുറന്നിരിക്കുമായിരിക്കും. നിങ്ങൾ ഏത് എയർ ഫിൽറ്റർ ആണ് ഇരിക്കുന്നത് ആ ലെവലിലാണ് നിങ്ങളുടെ മെക്കാനിക്ക് നിങ്ങൾക്ക് വണ്ടി ട്യൂൺ ചെയ്ത് തരുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ പുതിയ എയർ ഫിൽറ്റർ വെക്കുമ്പോൾ മാക്സിമം ഒന്ന് കാർബറേറ്റർ സർവീസ് ചെയ്തിട്ട് അതിനെ പ്രോപ്പറായിട്ട് ഒന്ന് എയർ ട്യൂൺ ചെയ്യുവാണ്. ആ വന്നിരിക്കുന്ന എയർ ഫിൽറ്ററിന്റെ ഹോളിനനുസരിച്ച് കറക്റ്റായിട്ടുള്ള എയർ ചെല്ലണം. അപ്പൊ അതിനനുസരിച്ച് കാർബറേറ്റർ ട്യൂൺ ചെയ്താൽ പക്ക വണ്ടിക്ക് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ജാവയുടെ എയർ ഫിൽറ്റർ. അപ്പൊ നമ്മൾ ജാവയുടെ എയർ ഫിൽറ്റർ എങ്ങനെ ഫിക്സ് ചെയ്തും കൂടെ കാണിച്ചു തരാം. ജാവയുടെ എയർ ഫിൽറ്റർ ഇതാണ്, SD-യുടെ എയർ ഫിൽറ്റർ ഇതാണ്. നമ്മൾ SD-ക്ക് വേണ്ടി മേക്ക് ചെയ്ത് ഇനി ജാവയ്ക്ക് വേണ്ടിയാണ്. ഇനി നമ്മൾ ജാവയുടെ എയർ ഫിൽറ്ററിനകത്ത് ഇതിലെങ്ങനെയാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരാം. അപ്പൊ ജാവയുടെ എയർ ഫിൽറ്ററിനകത്ത് നമുക്ക് ഈ കേസ് ആവശ്യമാണ്, അത് മസ്റ്റാണ്. ഇത് ഫുള്ളായിട്ടല്ല വരുന്നത്, ഇതിനുള്ളിലാണ് നമ്മൾ സാധനം സെറ്റ് ചെയ്തത്. അതുകൊണ്ട് ഈ കേസ് ആരും എടുത്ത് കളയാൻ ശ്രമിക്കേണ്ട. ഇത് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഈ കേസ് നമുക്ക് ആവശ്യമുണ്ട്. നമുക്ക് ഇതിനകത്ത് ഫിൽറ്റർ മാത്രമാണ് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് നിങ്ങളെ കാണിച്ചു തരാം. ഒരു പഴയ ഫിൽറ്റർ കയ്യിലുണ്ടായിരുന്നു, അത് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഈ പഴയ ഫിൽറ്റർ എടുത്തേക്കുന്നത്. ഈ ഒരു പഴയ ഫിൽറ്ററിനകത്ത് നമ്മുടെ ഇതിന്റെ മണ്ടയ്ക്കകത്ത് ഇവിടുത്തെ ലോക്ക് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ക്യാപ്പ് ഊരി എടുക്കാം. ഈ ക്യാപ്പ് ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫിൽറ്റർ ഉണ്ട്. നമ്മൾ ആ ഫിൽറ്റർ എടുത്ത് കളയുക. ആ ഫിൽറ്ററിന്റെ ആവശ്യം നമുക്കില്ല. നമ്മൾ മേക്ക് ചെയ്ത ഫിൽറ്ററാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കണ്ട് ഈ നമ്മൾ പുതിയതായിട്ട് മേക്ക് ചെയ്ത ജാവയുടെ എയർ ഫിൽറ്റർ കണ്ടോ. ഈ ജാവയുടെ എയർ ഫിൽറ്റർ നേരെ നമ്മൾ ഈ ഫിൽറ്ററിനകത്ത് ഈ ഫിൽറ്ററിന്റെ പഴയ ഫിൽറ്ററിന്റെ കേസിനകത്തോട്ട് ഇടുക. അതേപോലെ നമ്മുടെ ഇതിന്റെ അടപ്പ് ഇതിന്റെ മണ്ടയ്ക്ക് അടയ്ക്കുക, ലോക്ക് ഇടുക. ഇപ്പം ഇത് ലോക്ക് വീഴത്തില്ല. അപ്പോൾ നമ്മൾ ഇത് അടച്ചതിന് ശേഷം നമ്മൾ ഫിക്സ് ചെയ്യുക. നമ്മുടെ ജാവയുടെ എയർ ഫിൽറ്റർ റെഡിയായി. ജാവയിൽ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം എയർ ഒന്ന് ട്യൂൺ ചെയ്യാൻ നോക്കുക, എയർ കറക്റ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് പക്കയാവും വണ്ടി. ഇതാണ് നമ്മുടെ ജാവയുടെ എയർ ഫിൽറ്റർ. അപ്പോൾ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്തോ, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുമെന്നെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക. ഞാൻ SD-യുടെ എയർ ഫിൽറ്റർ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ സെയിം മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റുന്നവർ നിങ്ങൾ ഉണ്ടാക്കി യൂസ് ചെയ്യുക. അല്ലാത്തൊരു ആവശ്യമുള്ളവർ വാങ്ങിക്കാൻ ആവശ്യമുള്ളവർ ഓർഡർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ ഇത് തിരക്കായതുകൊണ്ട് വീഡിയോ ഒക്കെ കുറച്ച് വെച്ചിരിക്കുകയാണ്. നല്ല തിരക്ക് വർക്കൗട്ടിൽ, അതുകൊണ്ട് ഉറക്കമൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഫുൾ ബിസിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ തന്നെ എല്ലാവർക്കും ബൈ.